നമസ്കാരം. സംസ്ഥാനത്ത് മഴ ദുരിതം തുടർന്നുകൊണ്ടിരിക്കുകയാണ്. അപ്രതീക്ഷിതമായി ഉണ്ടാകുന്ന മലവെള്ളപ്പാച്ചിലിനെയും മണ്ണിടിച്ചിലിനെയും വെള്ളക്കെട്ടിനെയും ഒക്കെ കരുതിയിരിക്കേണ്ട, ജാഗ്രതയോടെ നേരിടേണ്ട സമയമാണ്. എത്ര ജാഗ്രത പാലിക്കണമെന്ന് പറഞ്ഞാലും ഈ സമയം പുഴയിൽ ചാടാനും സാഹസികത കാണിക്കാനും ഒക്കെ നിൽക്കുന്ന കുറേ മനുഷ്യരുണ്ടെന്നതാണ് ഏറെ നിരാശാജനകം. ഇന്ന് ചിറ്റൂർ പുഴയുടെ നടുവിൽ 4 പേർ കുടുങ്ങിയതും പിന്നീട് രക്ഷപ്പെടുത്തിയതും ഒക്കെ നമ്മൾ കണ്ടു. മൂലത്തറ റെഗുലേറ്റർ തുറന്നതോടെ ചിറ്റൂർ പുഴയിൽ പെട്ടെന്ന് വെള്ളം ഉയരുകയായിരുന്നു. ഇതുപോലുള്ള സാഹചര്യം ഉണ്ടാകുമെന്നത് എത്ര മുന്നറിയിപ്പ് നൽകിയാലും ആളുകൾ മനസ്സിലാക്കുന്നില്ല എന്നതാണ്. എന്തായാലും മഴ കനക്കുന്ന ഈ സാഹചര്യത്തിൽ നമ്മൾ എങ്ങനെ കരുതിയിരിക്കണം എന്ന് നോക്കാം. ഒപ്പം മഴക്കാലമായതോടെ അക്ഷരാർത്ഥത്തിൽ കേരളം പനിക്കിടക്കയിലായ അവസ്ഥയുമാണ്. വൈറൽ ഇൻഫെക്ഷൻസ് തുടങ്ങി H1N1, ഡെങ്കിപ്പനി, മഞ്ഞപ്പിത്തം, എലിപ്പനി, കോളറ, ചിക്കൻ ഗുനിയ പോലുള്ളവയും ഏറെ ആശങ്കപ്പെടുത്തുന്ന അമീബിക് ബ്രെയിൻ ഫീവറും വെസ്റ്റ് നൈൽ ഫീവറും ഒക്കെ പടർന്നു പിടിക്കുന്ന ഒരു കാലം കൂടിയാണിത്. എങ്ങനെ ഈ സാംക്രമിക രോഗങ്ങൾ പിടിപെടാതെ ആരോഗ്യം നോക്കാം എന്നുകൂടി നമുക്ക് പരിശോധിക്കാം. എനിക്കൊപ്പം ഇന്ന് ചർച്ചയിൽ പങ്കെടുക്കുന്നത് ആരോഗ്യ വിദഗ്ധൻ ഡോക്ടർ രാജീവ് ജയദേവൻ, ഒപ്പം കാലാവസ്ഥാ വിദഗ്ധൻ ഡോക്ടർ വി സുഭാഷ് ചന്ദ്രബോസ് എന്നിവരാണ്. രണ്ടുപേർക്കും ചർച്ചയിലേക്ക് സ്വാഗതം. ഞാൻ ആദ്യം ശ്രീ സുഭാഷ് ചന്ദ്രബോസിലേക്ക് പോവുകയാണ്. സർ, നേരത്തെ നമ്മൾ ഈ പറഞ്ഞ പോലെ തന്നെ മഴ വല്ലാതെ കലിവൂണ്ട് നിൽക്കുന്നൊരു സാഹചര്യം, അതൊരു പ്രളയ സാഹചര്യത്തിലേക്കൊന്നും പോകില്ല എന്ന് പറയുന്നുണ്ടെങ്കിൽ പോലും അതിശക്തമായ മഴയാണ് എല്ലായിടത്തും രേഖപ്പെടുത്തുന്നത്. ഈ പുഴയിലൊക്കെ വെള്ളമുയരുന്ന സാഹചര്യമുണ്ട്, കാറ്റ് വലിയ ശക്തമാകുന്നുണ്ട്, മരം കടപുഴകി വീഴുന്ന സാഹചര്യം, അത്തരത്തിൽ ഒരുപാട് ദുരിതം ഇപ്പോൾ സംസ്ഥാനത്ത് അവിടെയും ഇവിടെയും ഒക്കെ റിപ്പോർട്ട് ചെയ്യുന്നു. മരണം റിപ്പോർട്ട് ചെയ്ത സാഹചര്യങ്ങളൊക്കെ ഉണ്ട്. എത്രത്തോളം ആശങ്കപ്പെടുത്തുന്ന ഒരു കാലാവസ്ഥയാണ് നിലവിലുള്ളത്? ഈ മഴയെ നമ്മൾ എങ്ങനെ കരുതണം? കാലാവസ്ഥയെക്കുറിച്ച് പഠിക്കുന്ന അല്ലെങ്കിൽ കാലാവസ്ഥയുടെ കാര്യങ്ങൾ മനസ്സിലാക്കാൻ ശ്രമിക്കുന്ന ഒരു വ്യക്തി എന്നുള്ള നിലയിൽ 23% മഴ കുറച്ചാണ് കിട്ടിയിരിക്കുന്നത്. ജൂൺ 1 മുതൽ ഇന്ന് വരെ കണക്കാക്കുമ്പോൾ സംസ്ഥാനത്താകെ എടുത്താൽ 23% മഴ കുറവാണ്. നമുക്ക് വാർഷിക മഴയുടെ 70% കിട്ടേണ്ടുന്ന ഒരു കാലഘട്ടമാണ് ജൂൺ മുതൽ ജൂലൈ, ആഗസ്റ്റ്, സെപ്റ്റംബർ വരെ. അതിൽ നല്ലൊരു ഭാഗം മഴയും വരേണ്ടത് ജൂൺ, ജൂലൈ, ആഗസ്റ്റ് മാസങ്ങളിലാണ്. അപ്പോൾ ആ മഴ ഇപ്പോൾ യഥാർത്ഥത്തിൽ അത്രയും മഴ വന്നിട്ടില്ല. പക്ഷേ പ്രശ്നം അവിടെ അതല്ല. മഴയുടെ രീതി മാറി എവിടെയാണ് മഴ പെയ്യുക എന്നുള്ള ഇതിനെ സംബന്ധിച്ചും സ്ഥലകാല ഭേദ വ്യത്യാസം വലുതായിക്കൊണ്ടിരിക്കുകയാണ്. കുറഞ്ഞ സമയത്തിനുള്ളിൽ ചെറിയ പ്രദേശത്ത് വലിയ മഴ, ആ 3 വാക്കും മലയാളി പഠിച്ചു വെക്കേണ്ടതാണ്. ചെറിയ പ്രദേശത്താണ് മഴ പെയ്യുന്നത്, കുറഞ്ഞ സമയത്തിനുള്ളിലാണ് പെയ്യുന്നത്, പക്ഷേ വലിയ മഴയാണ് പെയ്യുന്നത്. അപ്പോൾ അങ്ങനെ മഴയുടെ രൂപത്തിൽ മാറ്റം വന്നു, മേഘങ്ങളുടെ സ്വഭാവത്തിൽ മാറ്റം വന്നു, മഴയുടെ വിധാനത്തിൽ മാറ്റം വന്നു, വിതരണത്തിൽ മാറ്റം വന്നു, സ്ഥലങ്ങളിൽ മാറ്റം വന്നുകൊണ്ടിരിക്കുന്നു. അപ്പോൾ തീർച്ചയായും നമ്മൾ കുറേ കൂടി കരുതിയിരുന്നുള്ളൊരു ജീവിതം മുമ്പോട്ട് കൊണ്ടുപോകേണ്ടത് അത്യാവശ്യമാണ്. ഇന്നിപ്പോൾ ഈ സ്പെല്ലിൽ, ഇന്ന് മുതൽ തുടങ്ങിയ സ്പെല്ലിൽ 5 ദിവസത്തെയാണ് കാലാവസ്ഥാ വകുപ്പ് IMD 5 ദിവസത്തെ മഴയാണ് പ്രഡിക്റ്റ് ചെയ്യുന്നത്. മഴ പ്രഡിക്റ്റ് ചെയ്യുന്നതിൽ ജില്ലാ തലത്തിലാണ് മഴ പ്രഡിക്റ്റ് ചെയ്യുന്നത്. നമ്മൾ മനസ്സിലാക്കണം, തിരുവനന്തപുരം ജില്ല ഓറഞ്ച്, അല്ലെങ്കിൽ കോഴിക്കോട് ജില്ല, ഇപ്പോൾ മലപ്പുറം ജില്ല റെഡ് അലർട്ട് എന്ന് പറയുമ്പോൾ ജില്ലയാകെയാണിത് പറയുന്നത്. ആ ജില്ലയ്ക്കകത്ത് അതിൻ്റെ അർത്ഥം ജില്ലയിലെ എല്ലാ പ്രദേശത്തും ഒരേ തോതിൽ മഴ പെയ്യും എന്നല്ല. മഴയിൽ ഏറ്റക്കുറച്ചിലുണ്ട്. ജില്ലയിൽ ചില ഭാഗത്തായിരിക്കും പെയ്യുന്നത്, ചില ഭാഗത്ത് പെയ്യത്തില്ല. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഈ പ്രവചനങ്ങൾ തരുന്ന അല്ലെങ്കിൽ നമുക്ക് മുൻകൂട്ടി തരുന്ന കരുതലുകളെ നമ്മൾ സീരിയസ് ആയി മനസ്സിലാക്കുകയും ആളുകൾ അതിനനുസരിച്ചുള്ളൊരു തയ്യാറെടുപ്പിലേക്ക് പോവുകയും ചെയ്യണം. കാരണം ഇപ്പോൾ 23% മഴ കുറഞ്ഞു എന്ന് പറയുമ്പോഴും ഇവിടെ വന്ന മഴയുടെ ഒരു ഭാഗം, നല്ലൊരു ഭാഗം ഡാമുകളിൽ അവിടെ ഇവിടെയൊക്കെ ഉണ്ടല്ലോ, അതുകൊണ്ടാണല്ലോ മൂലത്തറ ഷട്ടർ തുറക്കേണ്ടി വന്നത്. അപ്പോൾ അങ്ങനെ ഉണ്ട് വെള്ളം. അപ്പോൾ വെള്ളം കെട്ടി നിൽക്കുന്നുണ്ട്. ഇവിടെ കുറേ മണ്ണിലും അതുപോലെ തന്നെ മലയിലും അവിടെ ഇവിടെയൊക്കെ വെള്ളം ഇറങ്ങിയിട്ടുണ്ട് ഇപ്പോൾ കുറേ അധികം. ഇനി വരുന്ന മഴകൾ നമുക്ക് ശ്രദ്ധിക്കേണ്ട സമയമാണ്. ഇനിയിപ്പോൾ നമുക്ക് വേറൊരു അസന്നിഗ്ധാവസ്ഥ ഇപ്പോൾ വന്നുവിട്ടിരിക്കുന്നത് എന്താണ്? അറബിക്കടലിൽ ചക്രവാത ചുഴിയുടെ അവിടെ രൂപപ്പെട്ടിട്ടുള്ള ന്യൂനമർദ്ദത്തിൻ്റെ ഫുൾ സ്പിരിറ്റ് കിട്ടിയിട്ടില്ല. അടുത്തൊരു ന്യൂനമർദ്ദം രൂപപ്പെടുന്നുമുണ്ട്, ഇതിന് സമാന്തരമായി രൂപപ്പെടുന്നുമുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും വരും ദിവസങ്ങളിലും നമുക്ക് മഴ ശക്തമായി പ്രതീക്ഷിക്കാം. അപ്പോൾ അങ്ങനെ ശക്തമായ മഴ വരുമ്പോൾ മലനാട്, പ്രത്യേകിച്ച് വടക്കൻ കേരളത്തിലാണ് ഇപ്പോൾ ശക്തമായ മഴ വരുന്നത്, തെക്കൻ കേരളത്തിൽ ശക്തമായ കാറ്റുമാണ് വരുന്നത്. രണ്ടും നമുക്ക് പ്രതിസന്ധിയാണ്. മഴ വരുന്നത് മലയിടിച്ചിലും മണ്ണിടിച്ചിലും അതുപോലുള്ള പ്രതിസന്ധി ഉണ്ടാക്കുമെങ്കിൽ തെക്കൻ കേരളത്തിലേക്ക് വരുമ്പോൾ മരങ്ങൾ ധാരാളമായി കടപുഴകുവാനും വീടുകൾ ഇടിഞ്ഞു പോകാനും കാറ്റിൻ്റെ ഫലമായിട്ടുണ്ടാകുന്ന പ്രതിസന്ധിയാണുണ്ട്. അപ്പോൾ 2 പ്രതിസന്ധിയും നമ്മൾ കാണണം. ഇത് മനസ്സിലാക്കിയിട്ട് ആളുകൾ ഇപ്പോൾ ഇന്ന് ഇത്രയും മഴ ഇന്നലെയൊക്കെ പെയ്ത ഗായത്രി പുഴയിൽ, ചിറ്റൂരിലുള്ള ഗായത്രി പുഴയിൽ ആളുകൾ ഇറങ്ങി കുളിക്കാൻ അകത്തേക്ക് പോവുകയാണ്. ആളുകൾ അതും പ്രായമായ ആളുകളൊക്കെയാണ് പോകുന്നത്, ചെറിയ ആളുകളല്ല, കുഞ്ഞുങ്ങളെ ചെറുപ്പക്കാരൊന്നുമല്ല. അപ്പം എന്താണ് മനുഷ്യൻ്റെ ഒരു മാനസികാവസ്ഥ? അതുപോലെ ആലുവയിൽ നല്ല വെള്ളം കയറി കിടക്കുകയാണ്. അവിടെ വെള്ളം കയറി കിടക്കുന്നിടത്ത് ഞാൻ മറ്റൊരു ചാനലിൽ കണ്ടതാണ്, ഇവിടെ വരുന്നതിന് തൊട്ട് മുമ്പേ ആളുകൾ നിന്ന് സെൽഫി എടുക്കുകയാണ്.
ആളുകൾ ഏത് ലോകത്താണ് താമസിക്കുന്നത്? ഈ സമയത്ത് വീട്ടിലിരിക്കുകയും സുരക്ഷിതമായ കാര്യങ്ങളിൽ ഇരിക്കുന്നതിന് പകരം ഇത് കാണാനായിട്ടും അതിൻ്റെ സെൽഫി എടുക്കാനായിട്ടുമൊക്കെ പോയി ആളുകൾ അപകടം ക്ഷണിച്ചു വരുത്തുന്ന നമ്മൾ ഈ വാർത്തകളിലാണെങ്കിൽ നമ്മൾ ഏറ്റവും കൂടുതൽ പ്രാധാന്യത്തോടെ നൽകുന്നതും ഈ മഴ മുന്നറിയിപ്പുകളാണ്. എവിടെയൊക്കെ റെഡ് അലർട്ട് ഉണ്ട്, പുറത്തിറങ്ങരുത്, ജാഗ്രത പാലിക്കണം എന്നൊക്കെ നിരന്തരം പറഞ്ഞാലും ആളുകൾ അത് പാലിക്കപ്പെടുന്നില്ല എന്നുള്ളതാണ്. വീണ്ടും വീണ്ടും ആ സാഹസികതയ്ക്ക് മുതിരുകയാണ്. ഇപ്പോൾ നേരത്തെ നമ്മൾ ഈ സൂചിപ്പിച്ചതുപോലെ തന്നെ ചിറ്റൂർ പുഴയിൽ ഇറങ്ങിയ ആ ഒരു സാഹചര്യം, അത് നിരവധിയുണ്ട്. ഈ മഴ ടൂറിസം എന്നൊക്കെ പറഞ്ഞ അല്ലെങ്കിൽ അതിനെ ആഘോഷിക്കുന്ന മനസ്സിലാക്കുക. ഈ ചിറ്റൂർ പുഴയിൽ ഇവരെ രക്ഷിക്കാൻ ശ്രമിച്ച സമയത്ത് മഴ കൂടി പെയ്തിരുന്നെങ്കിൽ ആര് രക്ഷിക്കും അവരെ? അതെ, മഴ കൂടി മാനത്തുണ്ടായിരുന്നുവെങ്കിൽ ഇവരെങ്ങനെയാണ് രക്ഷപ്പെടുക? വെള്ളത്തിൻ്റെ റോള് 3-4 ഇരട്ടിയാകും, രക്ഷപ്പെടുത്താൻ കഴിയില്ല അവരെ. അപ്പോൾ അത് മനസ്സിലാക്കാതെ ആളുകൾ പ്രവർത്തിക്കുന്നുണ്ട്. അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അവിടെ നോക്കൂ, മന്ത്രി ചെല്ലേണ്ടി വരുന്നു, സംവിധാനങ്ങൾ ആകെ അവിടെ ചെല്ലേണ്ടി വരുന്നു. എന്താ കാര്യം? 4 പേര് കുളിക്കാൻ ഇറങ്ങിയതാണ്. അവർ കുളിക്കാൻ ഇറങ്ങുമ്പോൾ ഒന്നുകിൽ ഏറ്റവും ആഴം കുറഞ്ഞ സ്ഥലത്ത് കുളിക്കണം, അകത്തോട്ട് പോയി നീന്തി കുളിക്കാൻ നോക്കിയതാണ്. എന്താ ഇത് ചെയ്യുന്നത്? വളരെ അകത്താണ്. അവർ പാറയിൽ കയറിയതുകൊണ്ട് അവർ രക്ഷപ്പെട്ടു. അവിടെ അടുത്ത് പാറയില്ലായിരുന്നെങ്കിൽ എന്താ സംഭവിക്കുക? നാളെ വേറെ വാർത്തയായിരിക്കേണ്ടത് നമ്മൾ ചിലപ്പോൾ ദുഃഖകരമായി കേൾക്കേണ്ടി വരിക. ഇത്തരത്തിൽ ജനങ്ങൾ തീർച്ചയായിട്ടും ഗൗരവമായി പുതിയ കാലാവസ്ഥ സാക്ഷരത, ഞാൻ പലപ്പോഴും പറയുകയും എഴുതുകയും ഒക്കെ ചെയ്യുന്ന ആളാണ്. കാലാവസ്ഥ സാക്ഷരതയുടെ കാലമായി, ഒരു ക്ലൈമാറ്റ് ലിറ്ററസിയുടെ കാലത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. ജനങ്ങൾ കാലാവസ്ഥയെക്കുറിച്ച് പഠിക്കുകയും മുന്നറിയിപ്പുകളെ ഗൗരവമായി കാണുകയും ചെയ്ത് ജീവിച്ചില്ലെങ്കിൽ വലിയ അപകടമാണ് നമ്മുടെ മുന്നിൽ കാത്തിരിക്കുക. ജീവനുകളാണ് നമുക്ക് പൊലിഞ്ഞുകൊണ്ട്. ഈ മഴയത്ത് തന്നെ 2 പേർ മരിച്ചല്ലോ. അപ്പോൾ ഈ എന്താ സംഭവിക്കുന്നത്? ഇപ്പോൾ തിരുവനന്തപുരത്ത് ആമഴഞ്ഞാന്തോട് മഴയുമായി ബന്ധപ്പെടുത്തിയിട്ടും കൂടെ ആണല്ലോ. അല്ലെങ്കിൽ നേരത്തെ വേനൽക്കാലത്തോ അല്ലെങ്കിൽ മഴയ്ക്ക് മുമ്പാണ് ഈ പരിപാടിയൊക്കെ നടന്നിരുന്നെങ്കിൽ ഇങ്ങനെ ഒരു വെള്ളം വരികയും ഒഴുക്ക് വരികയും ചെയ്ത് അങ്ങനെ ഒരു മരണം സംഭവിക്കില്ലല്ലോ. അപ്പം മഴക്കാലം എന്ന് പറയുന്നത് ഒരു കേരളത്തെ സംബന്ധിച്ച് ഇനി മഴക്കാലം എന്ന് പറയുന്നത് അത്ര സുരക്ഷിതമായൊരു കാലമല്ല. അതിനനുസരിച്ചുള്ള ഒരു ജീവിതക്രമം ചിട്ടപ്പെടുത്തേണ്ടത് വളരെ ഗൗരവമായി ജനങ്ങൾ പഠിക്കേണ്ടതും അത് മനസ്സിലാക്കി തന്നെ ജീവിച്ചേ കഴിയും. അല്ലെങ്കിൽ വലിയ വില നമുക്ക് സംവിധാനങ്ങൾക്ക് കൊടുക്കേണ്ടി വരും, ജീവനുകൾക്ക് കൊടുക്കേണ്ടി വരും, വലിയ വില നമ്മൾ കൊടുക്കേണ്ടി വരും. അത് മനസ്സിലാക്കണം. ഇപ്പോൾ മലയോരങ്ങളിൽ മലയിടിച്ചിൽ ഇപ്പോൾ നന്നായി സാച്ചുറേഷൻ വന്നിരിക്കുകയാണ്. മറ്റൊരു പ്രൊഡിക്ഷൻ ഉണ്ട്. എന്താ പ്രൊഡിക്ഷൻ? 100 വർഷമായി പ്രളയം ഉണ്ടായിട്ട്. 24 പ്രളയം കഴിഞ്ഞിട്ട് 100 വർഷമായി. അപ്പോൾ 100 വർഷം കൂടുമ്പോൾ, 150 വർഷം കൂടുമ്പോൾ, അല്ലെങ്കിൽ 200 വർഷം കൂടുമ്പോൾ ഒരു ചാക്രിക വ്യവസ്ഥ അനുസരിച്ചാണെങ്കിൽ ഒരു ലോജിക്കൽ ചർച്ച കേരളത്തിൽ കടങ്ങുന്നുണ്ട്. എന്താ ലോജിക്കൽ ചർച്ച? അത് ചിലപ്പോൾ അത്ര സയൻറ്റിഫിക് അല്ല. അതുകൊണ്ടാണ് ഞങ്ങളൊന്നും അങ്ങനെ കയറി പിടി കൊടുക്കാത്തത്. കാരണം എന്താ കാര്യം? 100 വർഷമാകുമ്പോൾ ചിലപ്പോൾ പ്രളയം വരാം. അങ്ങനെയാണെങ്കിൽ 24 പ്രളയം വരണമല്ലോ. പക്ഷേ ഒരു പ്രശ്നം എന്താണ്? ഇപ്പോൾ കുറച്ച് മഴ കിട്ടിയിട്ടുണ്ട്, ഇനി ശക്തമായ മഴ വരുമോ നമുക്കറിയില്ല. ഈ കുറഞ്ഞതും കൂടി ഒന്നിച്ച് വരുമോ എന്നറിയില്ല. അങ്ങനെ ഒന്നിച്ച് വരികയാണെങ്കിൽ നമ്മൾ പേടിക്കേണ്ടി വരും. അപ്പോൾ അങ്ങനെയുള്ള വളരെ കണ്ടിജൻസി പീരീഡിൽ ജീവിക്കുമ്പോൾ ആ കണ്ടിജൻസിക്കനുസരിച്ചുള്ള ഒരു മാനേജ്മെൻറ്റ് കൂടി നമ്മൾ ഒരു സമൂഹം എന്നുള്ള നിലയിൽ നമ്മൾ ഏറ്റെടുക്കണ്ടേ? എല്ലാ ഭാഗത്തുനിന്നും അതിൻ്റെ ആവശ്യമുണ്ട്. പഞ്ചായത്തുകളും തദ്ദേശ സ്ഥാപനങ്ങളും പിന്നെ സന്നദ്ധ സംഘടനകളും ഇതുപോലെ ഇപ്പോൾ മീഡിയയിൽ അതുകൊണ്ടാണല്ലോ ന്യൂസ് 8 ചർച്ചയൊക്കെ വരുന്നത്. ഇത്തരം എല്ലാ സംവിധാനങ്ങളും ഇതിനകത്ത് അലർട്ട് ചെയ്യുകയും ജനങ്ങൾ ഇതിനകത്ത് ഗൗരവമായി ഈ വിഷയങ്ങളെ കാണുകയും ചെയ്യണം. അങ്ങനെ വലിയ വില കൊടുക്കേണ്ടി വരും. പോലെ തന്നെ, അതായത് നേരത്തെ നമ്മളൊരു മഴക്കാലത്തെ അഭിമുഖീകരിക്കുന്നത് പോലെ അല്ലെങ്കിൽ കാണുന്നത് പോലെ അല്ല, ഇപ്പോൾ പെയ്യുന്ന ചെറിയ മഴയെ പോലും നമ്മൾ അത്രത്തോളം ഗൗരവത്തോടെ കാണണം എന്നുള്ളതാണ്. നമുക്കൊപ്പം ഡോക്ടർ രാജീവ് ജയദേവൻ കൂടിയുണ്ട്. ഡോക്ടർ, ഇപ്പോൾ ഈ മഴക്കാലത്തെക്കുറിച്ച് പറയുമ്പോൾ സ്വാഭാവികമായും പണ്ട് മുതൽ മഴക്കാലമാകുമ്പോൾ ഒരുപാട് ആരോഗ്യ പ്രശ്നങ്ങൾ, പനിയും ഒക്കെ പടർന്നു പിടിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പോഴത്തെ ഒരു കണക്കെടുത്ത് നോക്കുകയാണെങ്കിൽ വളരെ ആശങ്കാജനകമായ കണക്കാണ്, നമ്മളെ പേടിപ്പെടുത്തുന്ന കണക്ക്. അതായത് കേരളത്തിലെ ജനങ്ങളിൽ ഒരു പകുതി 3/4 ഭാഗവും പനി പിടിച്ച അല്ലെങ്കിൽ പനിയുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ ഈ എന്തെങ്കിലുമൊക്കെ രോഗങ്ങളുമായിട്ട് ചികിത്സയിലുള്ളവരാണ്, ആശുപത്രിയിൽ കഴിയുന്നവരാണ് എന്നുള്ളതാണ്. എന്താണ് ഇത്തരത്തിൽ വളരെ വലിയ രീതിയിൽ പല വിധത്തിലുള്ള, നേരത്തെ നമ്മൾ തുടക്കത്തിൽ സൂചിപ്പിച്ചതുപോലെ H1N1, ഡെങ്കിപ്പനി, കോളറ, മഞ്ഞപ്പിത്തം, എന്തൊക്കെ അസുഖങ്ങളാണ് പടർന്നു പിടിക്കുന്നത്? ഇത്തരത്തിലൊരു ഒരു പ്രതിരോധക്കുറവ് വരാനുള്ള ഒരു സാഹചര്യം എന്താണ്? പകർച്ചവ്യാധികളെ പറ്റി പറയുമ്പോൾ 4 വിധത്തിലാണ് ഈ പകർച്ചവ്യാധികൾ മനുഷ്യന്റെ ഉള്ളിൽ കയറി പറ്റുന്നത്. ഇപ്പൊ ശുദ്ധജലം ലഭിക്കാത്തതിന്റെ ബുദ്ധിമുട്ട്, അല്ലെങ്കിൽ മലിനമായിട്ടുള്ള ഭക്ഷണം ഉള്ളിൽ ചെല്ലുമ്പോൾ, അത് വായു വഴിയാണ് ഉള്ളിൽ ചെല്ലുന്നത്. രണ്ടാമത്തേത് വായു വഴിയാണ്. നമ്മൾ ശ്വസിക്കുമ്പോൾ H1N1 എന്ന് വിളിക്കുന്ന ഇൻഫ്ലുവൻസ, H3N2 എന്ന് വിളിക്കുന്ന ഇൻഫ്ലുവൻസ, ഇപ്പോൾ പാശ്ചാത്യ രാജ്യങ്ങളിൽ കാണപ്പെടുന്ന, എല്ലാവരും ആശങ്കയോടെ ഉറ്റുനോക്കുന്ന പക്ഷിപ്പനി, അത് മനുഷ്യരിലേക്ക് പടരുമോ എന്നുള്ള ആശങ്ക ഇന്നടക്കം ഉണ്ടായിട്ടുണ്ട്. അത് മറ്റൊരു വിഷയം. ഇങ്ങനെയുള്ള സംഗതികളെല്ലാം തന്നെ, കോവിഡും എല്ലാം വായു വഴിയാണ് പകരുന്നത്. അതായത് ജനങ്ങൾ എവിടെ തടിച്ചുകൂടുന്നുവോ, തിങ്ങിക്കൂടുന്നുവോ,
എവിടെ വെന്റിലേഷൻ കുറയുന്നുവോ, വായുസഞ്ചാരം എവിടെ കുറയുന്നുവോ, എവിടെ ഈ കൂടുതൽ സംസാരം ഉണ്ടാകുന്നു, ശബ്ദം ഉണ്ടാകുന്നുവോ, മനുഷ്യൻ ഉണ്ടാക്കുന്ന ശബ്ദം അവിടെ ഉണ്ടാക്കുന്നുവോ, കൂടുതൽ പേർ ഒരുമിച്ച് നിന്ന് സംസാരിക്കുന്നു, അങ്ങനെയുള്ള സ്ഥലങ്ങളിലാണ് ഈ ഇത്തരം വായുജന്യമായിട്ടുള്ള രോഗങ്ങൾ കൂടുതലും പകരുന്നത്. മൂന്നാമത്തേത് ചർമ്മമാണ്, നമ്മുടെ സ്കിൻ എന്ന് പറയും, തൊലി. അപ്പോൾ അത് പ്രധാനമായും ഈ ലെപ്റ്റോസ്പൈറോസിസ് എന്ന് വിളിക്കുന്ന എലിപ്പനിയാണ്. അത് മൃഗങ്ങളുടെ മൂത്രത്തിൽ, എലിയുടെ മാത്രമല്ല പല മൃഗങ്ങളുടെയും യൂറിനിൽ സാധാരണ കണ്ടുവരുന്ന ഒരു ബാക്ടീരിയയാണ് ഈ ലെപ്റ്റോസ്പൈറ. അത് നമ്മുടെ കാലിലെയും മറ്റും കാൽവിരലുകൾക്കിടയിലെ വിള്ളലുകൾ അല്ലെങ്കിൽ കാലിലെ ചെറിയ മുറിവുകൾ ഇതിൽ കൂടിയ ഉള്ളിൽ കടന്നു കഴിഞ്ഞാൽ നമ്മുടെ കരളിനെയും തലച്ചോറിനെയും വൃക്കകളെയും കേടാക്കാൻ അത് സാധിക്കും. അത് ഒരു ഫേറ്റൽ ഡിസീസാണ്, വന്ന് മരണങ്ങൾ ഉണ്ടാകാറുണ്ട്. അത് കൃത്യമായിട്ടുള്ള അതിനുള്ള പ്രതിരോധവും ചികിത്സയും ഉള്ള ഒരു ബാക്ടീരിയൽ ഡിസീസാണ് ലെപ്റ്റോസ്പൈറോസിസ്, എലിപ്പനി. പിന്നെയുള്ളത് ജന്തുജന്യ രോഗങ്ങൾ അല്ലെങ്കിൽ വെക്ടർ ബോൺ ഡിസീസ് ആണ്. അതായത് മറ്റൊരു ഏജന്റ് ഉണ്ടെങ്കിൽ മാത്രം സ്പ്രെഡ് ചെയ്യാൻ പറ്റുന്ന ചില വൈറസുകൾ നമുക്ക് ചുറ്റും ഇങ്ങനെ തക്കം പാർത്തിരിക്കുന്നുണ്ട്. അതിൽ പ്രധാനി ഡെങ്കിപ്പനിയാണ്. ഡെങ്കിപ്പനി ഒരു വൈറസാണ്. ഈ വൈറസിന് നമ്മളെ ഒന്നും ചെയ്യാൻ സാധിക്കുകയില്ല. പക്ഷെ ഈ കൊതുക് നമ്മളെ കുത്തുമ്പോഴാണ് ഈ വൈറസ് നമ്മുടെ ഉള്ളിൽ കടക്കുന്നതും. അങ്ങനെ ഡെങ്കിപ്പനി ബാധിച്ച ഒരാളെ മറ്റൊരു കൊതുക് കടിക്കുമ്പോൾ ആ കൊതുകിനുള്ളിലേക്ക് വൈറസ് കയറി പറ്റുകയും ആ കൊതുക് പറഞ്ഞു ചെന്ന് മറ്റുള്ളവരെ കടിക്കുമ്പോൾ അവർക്ക് ഈ പനി വരികയും ചെയ്യും. നിർഭാഗ്യവശാൽ ഡെങ്കിപ്പനിക്ക് ചികിത്സ ഇല്ല. ചികിത്സ എന്ന് ഞാൻ ഉദ്ദേശിക്കുന്നത് വൈറസിനെ കൊല്ലാൻ ഉപയോഗിക്കുന്ന അല്ലെങ്കിൽ നശിപ്പിക്കാൻ ഉപയോഗിക്കുന്ന മരുന്നുകൾ. ലെപ്റ്റോസ്പൈറോസിസിന് ചികിത്സ ഉണ്ട് എന്ന് ഞാൻ പറഞ്ഞു. എന്നാൽ ഡെങ്കിപ്പനിക്ക് ആശുപത്രിയിൽ നമ്മൾ രോഗിക്ക് സപ്പോർട്ടീവ് കെയർ കൊടുക്കുന്നുണ്ട്, ആവശ്യമുണ്ടെങ്കിൽ പ്ലേറ്റ്ലെറ്റ് കൊടുക്കുന്നുണ്ട്, IV ഫ്ലൂയിഡ്സ് കൊടുക്കുന്നുണ്ട്, അതല്ല ഞാൻ പറഞ്ഞു. പക്ഷെ ഈ വൈറസിനെ നശിപ്പിക്കാനുള്ള ചികിത്സ ഇതുവരെ വികസിപ്പിച്ചെടുത്തിട്ടില്ല എന്നുള്ളതാണ്. അപ്പൊ ഇങ്ങനെ 4 രീതിയിലാണ് പകർച്ച വ്യാധികൾ മനുഷ്യന്റെ ഉള്ളിലേക്ക് ഈ കാലഘട്ടത്തിൽ കടന്നു ചെല്ലുന്നത്. നമ്മളെ ആശങ്കപ്പെടുത്തിയത് 2 കാര്യങ്ങളാണ് പ്രധാനമായും. ഒന്ന്, തിരുവനന്തപുരത്തുണ്ടായ കോളറ ഔട്ട്ബ്രേക്ക്. അത് ഒരു ചരിത്ര സംഭവമാണ്. നെഗറ്റീവ് ന്യൂസ് ആണെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. എങ്കിലും അത് ഈ നമ്മുടെ ആരോഗ്യ ചരിത്രത്തിൽ തന്നെ ഒരു അടയാളമായിട്ട് കിടക്കുകയാണ്. അത് സംഭവിച്ചു എന്നുള്ളത് ശരിയാണ്. പക്ഷെ ഇനി നമ്മൾ നോക്കേണ്ടത്, ഇങ്ങനെ ഒരിക്കലും സംഭവിക്കാതിരിക്കാൻ നമ്മൾ പരമാവധി മുൻകരുതലുകൾ എടുക്കണം. ഇപ്പോൾ മഴക്കാലം ആകുമ്പോഴേക്കും നമ്മുടെ ജലസ്രോതസ്സുകൾ, നമുക്കറിയാം എല്ലാവരും പൈപ്പ് വെള്ളമല്ല കുടിക്കുന്നത്. മിക്കവരും തന്നെ കിണർ വെള്ളം അല്ലെങ്കിൽ മറ്റ് ടാങ്കറുകളിൽ നിന്നുള്ള വെള്ളം, ഇതെല്ലാം ആശ്രയിച്ചാണ് നമ്മുടെ ജനങ്ങൾ കഴിയുന്നത്. അപ്പോൾ പൈപ്പ് വെള്ളമാണെങ്കിൽ നമുക്ക് ആശ്വസിക്കാം. അത് ഗവൺമെന്റ് മേൽനോട്ടത്തിൽ തന്നെ ക്ലോറിനേറ്റ് ചെയ്ത് ശുദ്ധീകരിച്ചാണ് പൈപ്പ് വെള്ളം എത്തുന്നത്. ചില അപൂർവമായിട്ടുള്ള ചില വീഴ്ചകൾ ഒഴിച്ചു കഴിഞ്ഞാൽ പൈപ്പ് വെള്ളം നമുക്ക് കേരളത്തെ സംബന്ധിച്ച് വളരെ സുരക്ഷിതമാണ്. ഞാൻ ആഗോളതലത്തിൽ സംസാരിക്കുകയാണ്. പക്ഷേ അതല്ലാതെ വരുന്ന ജലസ്രോതസ്സുകൾ സൂക്ഷിക്കണം. അവയുടെ നിലവാരം നമ്മൾ ഉറപ്പാക്കുന്നുണ്ടോ? അതിന്റെ കോളിഫോം കൗണ്ട് നമ്മൾ നോക്കുന്നുണ്ടോ? അത് കുടിച്ച് രോഗമുണ്ടെങ്കിൽ നമ്മളത് റിപ്പോർട്ട് ചെയ്യുന്നുണ്ടോ? ഇതെല്ലാം നമ്മൾ ചിന്തിക്കേണ്ട വിഷയങ്ങളാണ്. മാത്രവുമല്ല, വളരെയധികം ജനസാന്ദ്രതയുള്ള ഒരു സംസ്ഥാനമാണ് നമ്മുടേത്. നഗരപ്രദേശങ്ങൾ, ഗ്രാമപ്രദേശങ്ങൾ എന്നുള്ള വേർതിരിവില്ലാതെ തന്നെ നിരവധി ജനങ്ങൾ തിങ്ങിപ്പാർക്കുന്ന ഒരു സ്ഥലവും, അതുപോലെ തന്നെ സെപ്റ്റിക് മാലിന്യം, വിസർജ്യ മാലിന്യം ശാസ്ത്രീയമായിട്ട് സംസ്കരിക്കാനുള്ള സംവിധാനങ്ങൾ ഇന്നുവരെ നമ്മുടെ രാജ്യത്ത് വൻതോതിൽ, വ്യാപകമായ തോതിൽ നടന്നിട്ടില്ല എന്നുള്ളതും ദൗർഭാഗ്യകരമാണ്. പ്രത്യേകിച്ചും കേരളം, നമ്മൾ ഏറ്റവും അഭിമാനിക്കുന്ന ഒരു പൊതുജനാരോഗ്യ മേഖലയുള്ള കേരളത്തിൽ തീർച്ചയായിട്ടും അത് ശാസ്ത്രീയമായിട്ടുള്ള വിസർജ്യ മാലിന്യ സംസ്കാരത്തിനുള്ള നീക്കങ്ങൾ ഇനിയെങ്കിലും തുടങ്ങേണ്ടതുണ്ട്. കാരണം ഈ വിസർജ്യ മാലിന്യം അനധികൃതമായിട്ടും അറിയാതെയും മറ്റുമൊക്കെ കുടിവെള്ള സ്രോതസ്സുകളിൽ കലരുമ്പോഴാണ് ഈ പകർച്ചവ്യാധികൾ ഉണ്ടാകുന്നത്. അത് എന്തുകൊണ്ടാണെന്ന് ഞാൻ പറയാം. ഈ പറഞ്ഞ മഞ്ഞപ്പിത്തം, കോളറ, അതുപോലെ മറ്റു വൈറസുകൾ, റോട്ട വൈറസ്, അതുപോലെ ആസ്ട്ര വൈറസ്, ഇതെല്ലാം തന്നെ മലിനജലത്തിൽ മാസങ്ങളോളം, ആഴ്ചകളോളം, മാസങ്ങളോളം തന്നെ ജീവനോടെ ഇരിക്കാനുള്ള കഴിവുള്ള ജീവികളാണ്. അത് മനുഷ്യന്റെ ഉള്ളിൽ ചെന്നു കഴിഞ്ഞാൽ അവ വീണ്ടും അസുഖമുണ്ടാക്കുകയും ചെയ്യും. അപ്പൊ ഈ മലിനജലം വരുമ്പോൾ അതിൽ ഒരാളുടെ വിസർജ്യം ഉണ്ടെങ്കിൽ പോലും ആ വ്യക്തിയിൽ നിന്നുള്ള വൈറസുകളും ബാക്ടീരിയകളും അനേകം ജനങ്ങളിലേക്ക് എത്തിച്ചേരുന്ന അവസ്ഥയാണ് കേരളത്തിലുള്ളത്. അതുകൊണ്ട് ഈ വിഷയം വളരെ ഗൗരവമായിട്ട് നമ്മൾ പരിഗണിക്കേണ്ടതാണ്. പ്രത്യേകിച്ചും മഴക്കാലം ആകുമ്പോഴേക്കും ഈ വെള്ളത്തിന്റെ ഒഴുക്കും മറ്റും മൂലം
പല ജലസ്രോതസ്സുകളിലേക്കും ഈ മാലിന്യം ഒഴുകിയെത്തുന്നു എന്നുള്ളതിന്റെ പ്രത്യക്ഷ ഉദാഹരണമാണ് കഴിഞ്ഞ ഒന്നൊന്നര വർഷമായിട്ട് നമ്മളിവിടെ കേരളത്തിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. തീർച്ചയായിട്ടും ഊർജിതമായിട്ടുള്ള നടപടികൾ ഈ വഴിക്ക് വേണ്ടതാണ്. തീർച്ചയായും വളരെ വ്യക്തമായ കാര്യമാണ്, വാലിഡ് ആയിട്ടുള്ള ഒരു പോയിന്റാണ് ഡോക്ടർ സൂചിപ്പിച്ചത്. എന്തായാലും ഞാൻ ഒരിക്കൽ കൂടി സുഭാഷ് ചന്ദ്രബോസിലേക്ക് പോവുകയാണ്. സർ, നേരത്തെ താങ്കൾ പറഞ്ഞതിൽ നിന്ന് എനിക്ക് മനസ്സിലായ ഒരു കാര്യം, ഇപ്പോൾ പ്രളയ സമാനമായ അല്ലെങ്കിൽ 2018 നമ്മൾ കണ്ടൊരു സാഹചര്യത്തെ നമ്മൾ ഉടൻ അഭിമുഖീകരിക്കേണ്ടി വരില്ല എങ്കിൽ പോലും ഈ വെള്ളക്കെട്ട് അതിരൂക്ഷമാകും ഈ ഒരു മഴയിൽ എന്നുള്ളത് മനസ്സിലാക്കുന്നു. അങ്ങനെയാണോ സാഹചര്യം? അതോടൊപ്പം ഒരു കാര്യം, ഈ മണ്ണിടിച്ചിലിനെ കുറിച്ച് നേരത്തെ സൂചിപ്പിച്ചല്ലോ. ഈ പൊതുവെ ഈ മലയോര മേഖലകളിലൊക്കെ താമസിക്കുന്ന ആളുകൾ പറയാറുണ്ട്, മഴ നന്നായി പെയ്ത് ഒന്ന് തോർന്നു കഴിയുന്ന സമയത്താണ് പൊതുവെ ഈ മണ്ണിടിച്ചിലിനുള്ള സാധ്യത കാണുന്നത് എന്നുള്ളത്. അതിൽ ശാസ്ത്രീയമായ എന്തെങ്കിലും വാസ്തവമുണ്ടോ? അതിന് ശാസ്ത്രീയമായ ഒരു അടിത്തറയുണ്ട്. കാരണം ഞാൻ രണ്ട് കാര്യമാണ് എന്നോട് ചോദിച്ചത്. ഞാൻ രണ്ടാമത്തെ കാര്യത്തിന് ആദ്യം പറയുന്നു എന്നേ ഉള്ളൂ മറുപടി. ശാസ്ത്രീയ അടിത്തറയുണ്ട്. വലിയ മഴകൾ വന്ന് അല്ലെങ്കിൽ ചെറിയ മഴകൾ വന്ന് സാച്ചുറേറ്റഡ് പോയിൻ്റ് എത്തും. മണ്ണിൽ വെള്ളം ഇരിക്കാൻ കഴിയുന്നൊരു സാച്ചുറേഷൻ പോയിൻ്റ് ഉണ്ട്. എന്ന് പറഞ്ഞാൽ അതിൽ സ്പോഞ്ച് പോലെ നിറഞ്ഞിരിക്കുന്നൊരു പോയിൻ്റ് ഉണ്ട്. അത് അത്രയും മണ്ണിലേക്ക് വെള്ളം പിടിച്ചു കഴിഞ്ഞാൽ പിന്നെ മണ്ണിനകത്തേക്ക് വെള്ളം കടത്തിവിടാൻ മണ്ണിന് കഴിയത്തില്ല. അപ്പോൾ ലൂസാവും, സോയിൽ ലൂസായി ഇരിക്കുകയായിരിക്കും. അങ്ങനെ ലൂസായി ഇരിക്കുന്ന സമയത്താണ് ചെറിയ മഴ പെയ്താൽ മതി, അല്ലെങ്കിൽ ഒരു കാറ്റടിച്ചാൽ മതി. അപ്പോൾ ഒരു നല്ല മഴ പെയ്ത് ആ മഴ മലകൾക്കിടയിലുള്ള മണ്ണിൻ്റെ അടുത്തുള്ള പാറയിടുക്കുകളിലും മണ്ണിൻ്റെ ജോയിൻറ്റുകളിലും പാറയുടെ ജോയിൻറ്റുകളിലും അല്ലെങ്കിൽ വേരുകളിലുമൊക്കെ വെള്ളം ഇറങ്ങി അതൊരു സാച്ചുറേഷൻ പോയിന്റിലെത്തി കുതിർന്ന് സ്പോഞ്ച് പോലെ ഇരിക്കുന്ന സമയത്തായിരിക്കും പെട്ടെന്നൊരു മഴയോ കാറ്റോ വന്നാൽ തീർച്ചയായിട്ടും പിന്നെ വലിയ മഴ വേണമെന്നില്ല അത് ഇടിച്ചും താഴോട്ട് വരാനായിട്ട്. അപ്പോൾ അത് തീർച്ചയായിട്ടും ഇത് തുടർച്ചയായ പ്രോസസ്സാണ്. ഇപ്പോൾ ഡാമുകളിൽ വെള്ളം കിടക്കുന്ന സമയത്താണ് പിന്നെ അധികം മഴ വരികയാണെങ്കിൽ അതിന് താങ്ങാൻ കഴിയില്ല. അല്ല, ബാങ്ക് അക്കൗണ്ടിൻ്റെ കാര്യം പറഞ്ഞതുപോലെയാണ്, നിക്ഷേപമാണല്ലോ. അപ്പോൾ പ്രകൃതിയിൽ നിന്ന് വരുന്ന മഴയെ കുറേ അധികം വെള്ളത്തെ മണ്ണും ഈ നമ്മുടെ സംവിധാനങ്ങൾ എടുത്തു വയ്ക്കും. കുറേ ഞങ്ങൾ കളയുകയുള്ളൂ. കുറേ എടുത്തു വയ്ക്കുന്ന അതിനൊരു പരിധിയുണ്ട്, ഒരു ലിമിറ്റുണ്ട്. ആ ലിമിറ്റിനപ്പുറം ഇപ്പോൾ കേരളത്തിലാണെങ്കിൽ മണ്ണിൻ്റെ കനം തിക്നെസ് എന്ന് പറയുന്ന ഒരു 3 മീറ്ററൊക്കെ ഉള്ളൂ താഴേക്ക് പോയി കഴിഞ്ഞാൽ മെയിൻ മണ്ണിൽ. അത്ര സ്ഥലത്തെ വെള്ളം എടുത്ത് വെക്കാൻ പറ്റുകയുള്ളൂ ഒരേ സമയത്ത്. ബാക്കി വന്നാൽ അത് റിജക്റ്റ് ചെയ്യും. ഒന്നുകിൽ റിജക്റ്റ് എന്ന് പറയുന്നതിനേക്കാൾ എജക്റ്റ് ചെയ്യും എന്ന് പറയുന്നതാണ്. അതായത് പുറത്തേക്ക് വിടും. ഒന്നുകിൽ ഭൂമിക്ക് അടിയിലൂടെ പുറത്തേക്ക് വിടാൻ ശ്രമിക്കും, അല്ലെങ്കിൽ മുകളിലൂടെ പുറത്തേക്ക് വിടാൻ ശ്രമിക്കും. പിന്നെ മുകളിൽ നിന്ന് അങ്ങോട്ട് ചെല്ലുന്ന വെള്ളത്തെ അത് എടുക്കുകയുമില്ല. അപ്പോൾ അങ്ങനെ വരുമ്പോൾ സ്വാഭാവികമായി ആദ്യത്തെ മഴകളിൽ പെയ്യുന്ന വെള്ളം ഒഴുകി മാറിയതിന് ശേഷമേ അടുത്ത വെള്ളം വരാവൂ. അതാണ് വെള്ളപ്പൊക്കത്തിൻ്റെയൊക്കെ പ്രിൻസിപ്പിൾ, പാമഴിഞ്ഞാൻ തോടിൻ്റെയൊക്കെ പ്രിൻസിപ്പിൾ അതാണ്. ആദ്യം വരുന്ന വെള്ളം ഒഴുകിപ്പോയതിന് ശേഷം മാത്രമേ പിന്നെ വെള്ളം അവിടെ വരാവൂ. ഇത് ആദ്യം വരുന്ന വെള്ളം മണ്ണിലാണെങ്കിൽ അങ്ങനെ പെട്ടെന്ന് ഒഴുകി പോകില്ല. അതവരുടെ സാച്ചുറേഷൻ പോയിൻറ്റിൽ പിടിച്ച് സാച്ചുറേറ്റഡ് ആയിട്ട് വെള്ളം അവിടെ നിൽക്കും. അങ്ങനെ നിന്ന് കഴിഞ്ഞാൽ വീണ്ടും മഴ വരുമ്പോൾ അത് സ്വാഭാവികമായിട്ട് ആ മണ്ണിന് താങ്ങാവുന്നതിനപ്പുറം മഴയാണ് വരുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും അത് താഴേക്ക് സ്ലിപ്പ് ചെയ്യും. അത് മലയിടിച്ചിലായിട്ടും മണ്ണിടിച്ചിലുമായിട്ടൊക്കെ താഴേക്ക് വരും. രണ്ടാമത് വെള്ളക്കെട്ട് രൂപപ്പെടുമോ എന്നുള്ളൊരു ചോദ്യമാണ് ചോദിച്ചത്. തീർച്ചയായിട്ടും വെള്ളക്കെട്ടുകൾ ഇപ്പോൾ തന്നെ ഇന്ന് ഞാൻ ഇത് 23%, അത് വളരെ കൃത്യമായൊരു ഡേറ്റയാണ്. അത് വെച്ചുകൊണ്ട് നമ്മൾ ചിന്തിച്ച് പോകാൻ. 23% മഴ കുറച്ച് കിട്ടിയ കേരളത്തിൽ വെള്ളക്കെട്ട്. അപ്പോൾ പിന്നെ ശരിക്കുള്ള മഴ വന്നിരുന്നെങ്കിലോ, വരേണ്ട മൊത്തം മഴ വന്നിരുന്നെങ്കിലോ? കാരണം വളരെ അശാസ്ത്രീയമായ ഭൂവിനിയോഗ രീതികളിലൂടെയാണ് ദിവസവും നമ്മൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. നമ്മുടെ കെട്ടിട നിർമ്മാണ രീതികൾ, കാർഷിക രീതികൾ, നമ്മുടെ മറ്റ് നിർമ്മിതികൾ, റോഡിൻ്റെ പണികൾ, ഇതെല്ലാം വ്യാപകമായ ഭൂവിനിയോഗ മാറ്റം ഇവിടെ ഉണ്ടാക്കുന്നുണ്ട്. അതിനനുസരിച്ച് വെള്ളക്കെട്ടുകൾ അല്ലെങ്കിൽ വെള്ളപ്പൊക്കം ധാരാളമായി ഉണ്ടാക്കാനുള്ള വാട്ടർ ലോഗിങ്ങിനുള്ള അവസരങ്ങൾ നമ്മൾ ഉണ്ടാക്കി കൊടുത്തുകൊണ്ടേയിരിക്കുന്നു. ഇതിൻ്റെ കൂടെയാണ് പുതിയ മഴ വരുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ട് അത് വെള്ളപ്പൊക്കത്തിലേക്കും പ്രളയത്തിലേക്കൊക്കെ പോകുന്ന രീതിയിലേക്ക് വരും. അത് മനുഷ്യരുടെ നമ്മുടെയും കൂടി, ഞാൻ പറഞ്ഞല്ലോ, നമ്മളിപ്പോൾ 2018 ശേഷം നമ്മൾ പഠിച്ച പാഠം, ഒന്നാമത്തെ പാഠം നമ്മൾ പഠിച്ചു. എന്താണ്? ഒരു പ്രളയമൊക്കെ വന്നാൽ എങ്ങനെയാണ് ക്യാമ്പിൽ പോവുക, എങ്ങനെയാണ് ആരോഗ്യ പ്രവർത്തനങ്ങൾ നടത്തുക, എങ്ങനെയാണ് ദുരിതാശ്വാസ ഫണ്ട് കൊടുക്കുക, ഇത്തരം കാര്യങ്ങളെ നമ്മൾ പഠിച്ചു. പ്രളയം വന്നാൽ എന്ത് ചെയ്യണമെന്ന് നമ്മൾ പഠിച്ചു. പക്ഷേ പ്രളയത്തിന് മുമ്പ് എങ്ങനെ ജീവിക്കണമെന്ന് നമ്മൾ പഠിക്കുന്നില്ല. വരാൻ പോകുന്ന പ്രളയത്തെ, അല്ലെങ്കിൽ വരാൻ പോകുന്ന വെള്ളപ്പൊക്കത്തെ, വരാൻ പോകുന്ന മലയിടിച്ചിലിനെ, വരാൻ പോകുന്ന മഴയെ എങ്ങനെ പ്രതിരോധിച്ചുകൊണ്ട് ജീവിക്കാം എന്ന് നമ്മൾ ഇനിയും പഠിച്ചിട്ടില്ല മലയാളി. അതാണ് പഠിക്കേണ്ട പാഠം. അപ്പോൾ എൻ്റെ ഇപ്പം ഞാൻ പറയും, ഇന്നിപ്പോൾ ഞാനൊരു വേറൊരു ചാനലിൽ കണ്ണൂരിലെ ഒരു വീട്ടിൽ ധാരാളമായി ടൗണിലെ മാലിന്യം അടക്കമുള്ള വെള്ളം കയറുകയാണ്. അവിടെ ഒരു റിപ്പോർട്ടർ ചെന്ന് റിപ്പോർട്ട് ചെയ്യുകയാണ്. ആ റിപ്പോർട്ട് ചെയ്യുന്ന മലിനമായ വെള്ളത്തിൽ അദ്ദേഹം റിപ്പോർട്ട് ചെയ്യുന്ന സമയത്ത് അവിടുത്തെ ഏറ്റവും കൊച്ചുകുട്ടി, അവിടുത്തെ ഉമ്മയും, ഒരു മുസ്ലിം കുടുംബമാണ്, അവിടുത്തെ ഉമ്മയും അവിടുത്തെ അവരുടെ സഹോദരിയും ഒരു കുഞ്ഞും കൂടി പുറത്തിറങ്ങി നിന്ന് ആ കുഞ്ഞ് വെള്ളത്തിൽ കിടന്ന് കളിച്ചുകൊണ്ടാണ് ഈ റിപ്പോർട്ട് നടക്കുന്നത്.
അപ്പോൾ ആ കുഞ്ഞിന് ഇനി പനി വരുമ്പോൾ നമുക്കറിയില്ല, കാരണം മലിനമായ ജലമാണത്. അപ്പോൾ ആളുകൾ ഇതിൻ്റെ ഗൗരവം എത്ര കണ്ട് ഉൾക്കൊണ്ടിട്ടുണ്ട് എന്ന് നമുക്കറിയില്ല. അപ്പോൾ തീർച്ചയായിട്ടും വെള്ളക്കെട്ട്, വെള്ളപ്പൊക്കം, പ്രളയം അങ്ങനെയാണല്ലോ പോകുന്നത്. വാട്ടർ ലോഗിങ്, പിന്നെ അത് വെള്ളപ്പൊക്കമായി വെള്ളപ്രളയത്തിലേക്ക് പോകുന്നത്. അതാണ് മൂന്നാമത്തെ ഘട്ടം. അതുപോലെ തന്നെ മലയിടിച്ചൽ, അത് മണ്ണിടിച്ചൽ, പിന്നെ ഉരുൾപൊട്ടൽ, ഇങ്ങനെ ചെറിയ ചെറിയ ഘട്ടങ്ങളുണ്ട്. ഈ ഒന്നാം ഫേസ്, രണ്ടാം ഫേസ്, മൂന്നാം ഫേസൊക്കെ ഉണ്ട്. ഇങ്ങനെ ഫേസ് ചെയ്ത് പോകുന്നതിൽ പെയ്ത് വന്നിരിക്കുന്ന മഴയ്ക്കും പങ്കുണ്ട്, ഇന്നലകളിൽ പെയ്ത മഴയ്ക്കും പങ്കുണ്ട്, വരാനിരിക്കുന്ന മഴയ്ക്കും പങ്കുണ്ട്. അത് നമ്മൾ പഠിച്ചു വെക്കേണ്ട ഒരു കാര്യമാണ്. ഇന്നലെ പെയ്ത മഴ ഒഴിഞ്ഞു പോയി, നല്ലൊരു സീസൺ മാറി, കുറേ വേനലൊക്കെ ആയി, സ്പേസ് ഉണ്ടായതിന് ശേഷമാണ് പുതിയ മഴ വന്നാൽ കുഴപ്പമില്ല. ഇത് ഇന്നലെ പെയ്ത മഴ അവിടെ ഉണ്ട്, അല്ലെങ്കിൽ മിനിയാന്ന് പെയ്ത മഴ അവിടെ ഉണ്ട്, മണ്ണിലുണ്ട്, ഭൂമിയിലുണ്ട്. അപ്പോഴാണ് പുതിയ മഴ വരുന്നു. അതോ കുറഞ്ഞ സമയത്തിനുള്ളിൽ കൂടുതൽ മഴ വരുന്നു. അപ്പോൾ സ്വാഭാവികമായിട്ട് അത് പിടിച്ചേക്കാൻ കഴിയില്ല, അതിന് റിസർവോയർ ഇല്ല. അത് മലയിലാണെങ്കിൽ മണ്ണിടിച്ചിലുണ്ടാക്കും, ഇടനാട്ടിലാണെങ്കിൽ വെള്ളക്കെട്ടുണ്ടാക്കും, തീരത്തിലാണെങ്കിൽ വെള്ളക്കെട്ടുണ്ടാക്കും. അത് മാലിന്യമാണ്. ഇപ്പം നമ്മുടെ ഡോക്ടർ സൂചിപ്പിച്ചതുപോലെ മനുഷ്യമലവും വേസ്റ്റും മറ്റ് വേസ്റ്റും ഇതെല്ലാം കൂടി ഇതിനകത്ത് വരുമ്പോൾ സ്വാഭാവികമായും എന്താ സംഭവിക്കുക? ഞാൻ വീണ്ടും അമേഴഞ്ചാലേ പറയും, നമ്മൾ അമേഴഞ്ചാൻ തോട്ടിൽ കണ്ടല്ലോ എന്തൊക്കെയാണ് മാലിന്യങ്ങൾ. ഒരു വീട്ടിലുണ്ടാകുന്ന മാലിന്യങ്ങളാണോ അവിടെ വന്നിരിക്കുന്നത്? മനുഷ്യൻ്റെ അവയവങ്ങൾ ഉൾപ്പെടെ അവിടെ വന്നിട്ടുണ്ട്. എവിടെ നിന്ന് വന്നതാണിത്? അത് ഹോസ്പിറ്റലിൽ നിന്ന് വരുന്നതാണ്, അത് നേരിട്ട് കൊണ്ടിടുന്നതല്ല, അല്ലാതെ കൊണ്ടിടുന്നതാണ്, ആരെങ്കിലും കളക്ട് ചെയ്ത് കൊണ്ടിടുന്നതാണ്. വീട്ടിലെ ബെഡ് വന്നിട്ടുണ്ട്, കമ്പ്യൂട്ടറിൻ്റെ അംശം വന്നിട്ടുണ്ട്, ഫ്രിഡ്ജിൻ്റെ അംശം വന്നിട്ടുണ്ട്. ഇതെങ്ങനെയാണ് അവിടെ വരുന്നത്? ഒരു തോട്ടിൽ. അപ്പോൾ ഇതെല്ലാം മനുഷ്യന് ചെയ്ത് കൂട്ടുന്ന, ഒന്നുകിൽ അവർക്ക് വേസ്റ്റ് മാനേജ്മെൻറ്റ് സംവിധാനം ഇല്ല, അല്ലെങ്കിൽ അത് ചെയ്യാനുള്ള മനസ്സില്ല, അല്ലെങ്കിൽ അതിനുള്ള മുടക്കാൻ പണമില്ല. ലളിതമായി എന്താണ്, അടുത്ത തോട്ടിൽ കൊണ്ടിടുക, ആറ്റിൽ കൊണ്ടിടുക. രാത്രി കൊണ്ടിട്ടാൽ ആരും ശ്രദ്ധിക്കുകയില്ല. ഇങ്ങനെ ഇത്രയും ദൂരം ക്യാമറ ഒന്നും വെക്കാൻ പ്രായോഗികമല്ലല്ലോ. അപ്പോൾ ഇരുട്ടിൻ്റെ മറവിൽ കൊണ്ടിട്ടിട്ട് പോകുക. ഇത് ഗൗരവമായ ഒരു സാമൂഹ്യ വിഷയമാണ്. ഫ്ലഡ് ആൻഡ് വേസ്റ്റ്, അതാണ് മലയാളിയുടെ ഇപ്പോഴത്തെ ഒരു സമവാക്യം. വേസ്റ്റും ഫ്ലഡും കൂടിയാണ് ഈ കൺഫ്യൂഷൻ എല്ലാം ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. അത് ഗൗരവമായി നമ്മൾ ചർച്ച ചെയ്യാൻ വേണ്ടി സാമൂഹ്യ വിഷയമാണ്, ഒരു രാഷ്ട്രീയ വിഷയമാണ്, ഒരു പാരിസ്ഥിതിക വിഷയമാണ് കൂടിയുണ്ട്. ഈ സിസ്റ്റത്തെ മാത്രം നമ്മൾ എപ്പോഴും വേസ്റ്റ് മാനേജ്മെന്റിലെ കുറ്റം പറഞ്ഞിട്ടോ അല്ലെങ്കിൽ നമുക്ക് അതിനുള്ള സംവിധാനമില്ല എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. അത് വിമർശിക്കപ്പെടേണ്ടത് തന്നെയാണ്. പക്ഷേ ഓരോ പൗരനും സ്വന്തമായി എടുക്കേണ്ട ഉത്തരവാദിത്വമുണ്ട് ഇത്തരം കാര്യങ്ങളിൽ. അത് എടുക്കേണ്ടത് തന്നെയാണ് എന്നതുകൂടിയാണ് ശ്രീ സുഭാഷ് ചന്ദ്രബോസ് ഉദ്ദേശിച്ചത്. എന്തായാലും ഞാൻ ഒരിക്കൽ കൂടി ഡോക്ടറിലേക്ക് വരികയാണ്. ഡോക്ടർ രാജീവ് ജയദേവൻ, നേരത്തെ നമ്മൾ ഈ മഴക്കാല രോഗങ്ങളെക്കുറിച്ച് സംസാരിച്ചപ്പോൾ ഇപ്പോൾ അടുത്തായി നമ്മൾ ഒരുപാട് കേൾക്കുന്നതാണ് ഈ അമീബിക് ബ്രെയിൻ ഫീവർ, വെസ്റ്റ് നൈൽ ഫീവർ ഒക്കെ. നമുക്കത്ര പരിചിതമായ അസുഖങ്ങളല്ല ഇതൊന്നും. പക്ഷേ ഒരു കാലത്ത് നമുക്കറിയാം, നമ്മൾ മലയാളികളെല്ലാം പുഴയിൽ കുളിക്കുകയും കുളത്തിൽ കുളിക്കുകയും ഒക്കെ ചെയ്ത് അങ്ങനെ വളർന്നു വന്ന ആളുകളാണ്. അന്നൊന്നും ഇല്ലാത്ത തരത്തിലാണ് ഇപ്പോൾ ഒന്ന് കുളത്തിലേക്ക് ഇറങ്ങിയാൽ, പുഴയിലേക്ക് ഇറങ്ങിയാൽ ഒക്കെ അമീബിക് മസ്തിഷ്ക രോഗം വരുന്നു എന്നുള്ള അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തി നിൽക്കുന്നത്. ഇത് എന്തുകൊണ്ടാണ്? എന്താണ് ഈ രോഗത്തിനൊരു പ്രതിവിധി? നമ്മളപ്പോൾ ഇത്തരത്തിലുള്ള പൊതു ജലസ്രോതസ്സുകളിലൊന്നും ഇറങ്ങാനോ ആ വെള്ളം ഉപയോഗിക്കാനേ പാടില്ല ഇനിയുള്ള കാലം എന്നാണോ മനസ്സിലാക്കേണ്ടത്? അമീബ എന്ന് പറയുന്നത് ഇവിടെ ഉദ്ദേശിക്കുന്ന അമീബയുടെ പേര് ഫ്രീ ലിവിങ് അമീബ എന്നുള്ളതാണ്. നമ്മുടെ ചുറ്റും, നമ്മുടെ തോടുകളിൽ, പുഴകളിൽ, കിണറുകളിൽ, തടാകങ്ങളിൽ, പൈപ്പുകളിൽ, വാട്ടർ ഹീറ്ററുകളിൽ, എല്ലായിടത്തും തന്നെ നമ്മുടെ ടെറസിൽ അല്പം പായലുണ്ടെങ്കിൽ അതിനകത്ത്, അങ്ങനെ എല്ലായിടങ്ങളിലും സാന്നിധ്യമുള്ള ഒരു ജീവിയാണ് ഈ ഫ്രീ ലിവിങ് അമീബ. അതിൽ പല സ്പീഷീസ് ഉണ്ട്, അതിലേക്ക് ഞാൻ കിടക്കുന്നില്ല. അതിൽ ചില സ്പീഷീസ് അറിയാതെ നമ്മുടെ മൂക്കിനുള്ളിലേക്ക് കടന്നു ചെല്ലുകയാണെങ്കിൽ, വലിയ അളവിൽ കടന്നു ചെല്ലുകയാണെങ്കിൽ അവയ്ക്ക് മൂക്കിന് മീതെ ഉള്ള ഒരു ചെറിയ ഒരു അസ്ഥിയുണ്ട്. അതിന്റെ പേരാണ് ക്രിബ്രിഫോം പ്ലേറ്റ്. വളരെ ഒരു മെഷ് പോലെ, ഒരു നെറ്റ് പോലെയുള്ള ഒരു അസ്ഥിയാണ്. ഈ അസ്ഥി തുളച്ചു കഴിഞ്ഞാൽ ഈ അമീബയ്ക്ക് തലച്ചോറിനകത്തേക്ക് കയറാൻ സാധിക്കും. അങ്ങനെയാണ് നിർഭാഗ്യവശാൽ 3 മരണം അടുത്തിടെ ഉണ്ടായത്. നമ്മളിപ്പോൾ കാലാവസ്ഥാ മാറ്റത്തെ സംബന്ധിച്ചിരിക്കുമ്പോൾ കേരളത്തിൽ ഒരുപാട് ആരോഗ്യ പ്രശ്നങ്ങളും പുതിയ പനിയൊക്കെ വരുന്നു. ഇത് മംഗലാപുരത്തിനപ്പുറത്തും പിന്നെ കന്യാകുമാരി, അതായത് പാറശാലയ്ക്ക് അപ്പുറത്തും ഒക്കെ കാലാവസ്ഥ വ്യതിയാനമുണ്ട്. ഇന്ത്യൻ മൺസൂണിൽ ഇന്ത്യയിലാകെ വരുന്നുണ്ട്. പക്ഷേ ഇത്രമാത്രം വെറൈറ്റി പനികൾ മറ്റ് സ്ഥലങ്ങളിൽ റിപ്പോർട്ട് ചെയ്യുന്നുണ്ടോ? ഇല്ലെങ്കിൽ കേരളത്തിൽ തനതായ ഒരു പ്രത്യേകത വരുന്നുണ്ടോ? അതുകൂടി എൻ്റെ ഒരു അക്കാഡമിക് ആയിട്ടുള്ള നല്ല ചോദ്യമാണ്. ഉത്തരം ഞാൻ പറയാം. ഇതിനോട് ചേർത്ത് ഞാൻ അതിൻ്റെ ഉത്തരം പറയാം. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, ഈ ലക്ഷക്കണക്കിന് തവണ എൻകൗണ്ടേഴ്സ് നമുക്ക് വിളിക്കാം. മനുഷ്യനും ജലവുമായിട്ടുള്ള എൻകൗണ്ടേഴ്സ്, ലക്ഷക്കണക്കിന് എൻകൗണ്ടേഴ്സ്. നേരത്തെ പറഞ്ഞതുപോലെ വർഷങ്ങളായിട്ട് നമ്മളെല്ലാവരും തന്നെ കുളത്തിലും പുഴയിലും എല്ലാം കുളിച്ചിട്ടുള്ള ആൾക്കാരാണ് കേരളത്തിൽ ജീവിക്കുന്നവർ.
എന്നാൽ ഇവർക്ക് ആർക്കും തന്നെ ഈ അമീബിക് മസ്തിഷ്ക ജ്വരം ഉണ്ടായിട്ടില്ല എന്നുള്ളത് നമ്മൾ ഓർക്കണം. അതുകൊണ്ട് തന്നെ ഇത് വളരെ അപൂർവമായിട്ടുള്ള ഒരു സംഭവമാണ്. എന്തുകൊണ്ട് സംഭവിച്ചു എന്ന് പറഞ്ഞാൽ ഞാൻ അതിന്റെ വിശദീകരണം പറഞ്ഞു. മാത്രവുമല്ല, മുങ്ങാങ്കുഴി ഇടുകയോ അതുപോലെ തന്നെ അടിയിൽ കെട്ടിക്കിടക്കുന്ന ചെയർ ചവിട്ടി വെള്ളം കലക്കുകയോ ചെയ്തു കഴിഞ്ഞാൽ ഈ ചെയറിൽ പെട്ടുകിടക്കുന്ന അമീബ മുകളിലേക്ക് വരികയും അബദ്ധത്തിലെങ്കിലും നമ്മുടെ മൂക്കിലേക്ക് കയറി പോവുകയും ചെയ്യാം. മാത്രവുമല്ല, നമ്മുടെ മൂക്കിലേക്ക് ഈവൻ പൈപ്പിൽ നിന്ന് പോലും ആവശ്യമില്ലാതെ വെള്ളം മൂക്കിനുള്ളിലേക്ക് വലിച്ചു കയറ്റരുത് എന്ന് പ്രത്യേകം മുന്നറിയിപ്പ് തരികയാണ്. ഇനി ഞാൻ ഒരു കാര്യം പറയാം. ഈ നമ്മളിപ്പോ ഒരു കുളത്തിൽ കുളിച്ചുകൊണ്ടോ ആറ്റിലിറങ്ങിയത് കൊണ്ടോ നമ്മൾ മരിക്കാൻ പോകുന്ന അമീബ കൊണ്ടാവില്ല. ശ്രീ സുഭാഷ് ചന്ദ്രബോസ് പറഞ്ഞതുപോലെയുള്ള മുങ്ങിമരണം കൊണ്ടാണ് നമ്മൾ മരിക്കാൻ പോകുന്നത്. കാരണം കേരളത്തിൽ ഇതുവരെ 3.25 ലക്ഷം വയറിളക്ക രോഗങ്ങളാണ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. മരണങ്ങൾ 8. മുങ്ങിമരണങ്ങളാണെങ്കിൽ കേരളത്തിൽ ഒരു വർഷം 1500 പേരാണ് മുങ്ങി മരിക്കുന്നത്. അതിൽ ഭൂരിപക്ഷവും ചെറുപ്പക്കാരായിട്ടുള്ള പുരുഷന്മാരും കൗമാരത്തിലുള്ള ആൺകുട്ടികളുമാണ്. ഇതിന്റെ കാരണം നേരത്തെ അദ്ദേഹം വളരെ വിശദമായിട്ട് പറഞ്ഞു കഴിഞ്ഞു. നമ്മുടെ റിസ്ക് എന്താണെന്ന് അറിയാൻ വയ്യാത്ത ഒരു സമൂഹമായി മാറിയിരിക്കുകയാണ്. എന്ത് വില കൊടുത്തും ഒരു സെൽഫി എടുക്കുക, മറ്റുള്ളവരെ ഇംപ്രസ് ചെയ്യാനായിട്ട് ഫോട്ടോകൾ എടുത്ത് ഞാൻ ഇങ്ങനെ ചെയ്തു എന്ന് പറയുക, റോഡിൽ കൂടി അതിവേഗം പാഞ്ഞു പോവുക, മറ്റുള്ളവരുടെ ജീവൻ ഉത്തരവാദിത്ത ബോധമില്ല എന്ന് വേണമെങ്കിൽ നമുക്ക് ഒരു വാക്കിൽ ഇത്തരത്തിലുള്ള ആളുകളെ വിശേഷിപ്പിക്കാം. ഡോക്ടർ, ഈ സുഭാഷ് ചന്ദ്രബോസ് ചോദിച്ച ആ സംശയത്തിനും കൂടി അതിവേഗം ഒന്ന് ഉത്തരം പറയാം. നമ്മുടെ സമയം ഇവിടെ അതിക്രമിച്ചിരിക്കുകയാണ്. കേരളത്തിലെ ആരോഗ്യ സംവിധാനം വളരെ മെച്ചപ്പെട്ടതാണ് എന്ന് വെച്ചു കഴിഞ്ഞാൽ നമുക്ക് മെഡിക്കന്മാരായിട്ട് ഡോക്ടർമാരുണ്ട്, നഴ്സുമാരുണ്ട്, ടെസ്റ്റ് ചെയ്യാനുള്ള സൗകര്യങ്ങളുണ്ട്, കണ്ടിന്യൂയിങ് മെഡിക്കൽ എഡ്യൂക്കേഷൻ പ്രോഗ്രാം ഉണ്ട്. ഞാൻ അറിയുന്ന എല്ലാ ഡോക്ടർമാരും തന്നെ മിക്ക വീക്കെൻഡുകളും ശനിയും ഞായറുകളും ഈ ഇങ്ങനെയുള്ള പ്രോഗ്രാമുകൾ പങ്കെടുക്കാറുണ്ട്. രാവിലെ മുതൽ വൈകുന്നേരം വരെ അവർ ലെക്ചർ ഹാളിലാണ് ഇരിക്കുന്നത്, സ്കൂൾ മെഡിക്കൽ കോളേജ് എന്നുപോലെ. അവർക്ക് ഈ രോഗങ്ങൾ കണ്ടുപിടിക്കാനും അത് ഡയഗ്നോസ് ചെയ്യാനുമുള്ള കഴിവാണ് കേരളത്തിൽ. കൂടുതലായി കേരളത്തിൽ അത്തരത്തിലുള്ള രോഗങ്ങൾ കണ്ടുപിടിക്കുന്നുണ്ട് അല്ലെങ്കിൽ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നുണ്ട് മറ്റുള്ള സ്ഥലങ്ങളെക്കാൾ. അതാണ് ഈ കണക്കുകളിൽ കേരളത്തിൽ എന്തുകൊണ്ട് കൂടുതൽ എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ടതല്ലേ. വളരെ വ്യക്തമാണ്. ഞാൻ സമയപരിമിതി ഉള്ളത് കൊണ്ടാണ് ഇടപെടുന്നത്. ഡോക്ടർ ദയവായി ക്ഷമിക്കുക. എന്തായാലും വളരെ നന്ദി. നമ്മുടെ ചർച്ചയുടെ സമയം ഇവിടെ അവസാനിക്കുകയാണ്. ഡോക്ടർ രാജീവ് ജയദേവൻ ഒപ്പം ഡോക്ടർ സുഭാഷ് ചന്ദ്രബോസ് ചർച്ചയിൽ പങ്കെടുത്തതിന് പൂർണ്ണമാകുന്നു. നമസ്കാരം.